പേരൂർ സഹകരണ ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന 48 പവൻ സ്വർണം നഷ്ടപ്പെട്ടതായി പരാതി. പേരൂർ സ്വദേശിനി ധന്യയ്ക്കാണ് ഈ ദുരവസ്ഥ. വർഷങ്ങളായി പേരൂർ സഹകരണ ബാങ്കിന്റെ ലോക്കറിലാണ് ധന്യ സ്വർണം സൂക്ഷിച്ചിരിക്കുന്നത്. തന്റെ വിവാഹത്തിന് നൽകിയതും മക്കളുടെ ആവശ്യങ്ങൾക്കുമായി വാങ്ങിയ സ്വർണവും എല്ലാം കൂടി 48 പവനാണ് ഉള്ളത്. 2024 ഡിസംബർ 12-നാണ് ധന്യ അവസാനമായി ലോക്കർ തുറന്നത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 22-ന് വീണ്ടും ലോക്കർ തുറക്കാനെത്തിയപ്പോൾ തുറക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും 27-ാം തീയതി ലോക്കർ തുറന്നപ്പോഴാണ് സ്വർണം നഷ്ടപ്പെട്ടതായി അറിയുന്നത്. ഈ ഒന്നേകാൽ വർഷം കൊണ്ട് എന്റെ സ്വർണം എവിടെ പോയെന്ന് അവർക്കറിയില്ല. ഈ ഏപ്രിൽ 22-ാം തീയതി ഇവിടെ വന്നു, അന്ന് ഓപ്പൺ ആയില്ല. പിന്നെ 27-ാം തീയതി, അതായത് ഈ തിങ്കളാഴ്ചയാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ ഇന്നലെ ഇവിടെ ബാങ്കിൽ കൊണ്ടുവന്ന് റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തു. അപ്പോഴും അവർ പറയുന്നത് ബോർഡ് മീറ്റിംഗ് കൂടുന്നു. അന്ന് അവർ ഓപ്പൺ ആക്കിയില്ലെന്ന്. ശരിക്കും എനിക്ക് ഇത്രയും ഇതിൽ ബോധ്യം വരുന്ന അവരെന്നെ കൊണ്ട് ഓപ്പൺ ആക്കിയില്ല. അവർ ഓപ്പൺ ആക്കിയിട്ട് 13 തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് 2017 വരെ ഒപ്പിട്ടിട്ടുണ്ട്. ഈ രജിസ്റ്റർ ബുക്ക് എൻ്റെ കയ്യിൽ ഒപ്പിടാൻ തരേണ്ട അവരെ ഉത്തരവാദിത്തം. അവരുടെ കയ്യിരിക്കുന്ന ബുക്ക് എനിക്ക് അവരുടെ കയ്യിൽ നിന്ന് വലിച്ചു. തുടർച്ചയായിട്ട് എനിക്ക് വർഷത്തിൽ ഒരു വട്ടമെങ്കിലും ഞാൻ എൻ്റെ സാധനം ഇവിടെ ഉണ്ടോ നോക്കാൻ ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ കൊട്ടിയത്തുനിന്ന് ഞാൻ എൻ്റെ വീട്ടിൽ വരും. ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ട് ഇവിടെ വന്ന് ഞാൻ വന്ന് പോയിട്ടുണ്ട്. ഇന്ന് അവർ സർക്കിൾ സാറിനെ കാണിച്ചിരിക്കുന്ന 2024 തൊട്ടുള്ള രജിസ്റ്ററാണ്. 17 വരെയുള്ള സാറിനെ കാണിച്ചു. പക്ഷേ 18, 19, 20 ഈ 3-4 വർഷങ്ങളിൽ രജിസ്റ്റർ അവർ ഇതുവരെ കണ്ടിട്ടില്ല. സ്വർണം നഷ്ടപ്പെട്ടതോടെ പോലീസിനും ബാങ്ക് അധികാരികൾക്കും ധന്യ പരാതി നൽകി. ബോർഡ് മീറ്റിംഗ് കൂടട്ടെ എന്നായിരുന്നു അധികാരികൾ ആദ്യം ധന്യയ്ക്ക് മറുപടി നൽകിയത്. എന്നാൽ 2024 ഡിസംബർ 14-ന് രജിസ്റ്ററിൽ ഒപ്പിടാത്തതിനാൽ ധന്യ ബാങ്കിലെത്തിയതിന് യാതൊരു തെളിവുമില്ലെന്നാണ് പിന്നീട് ബാങ്ക് അധികൃതർ പറയുന്നത്. മാത്രമല്ല, ലോക്കറിൽ സൂക്ഷിക്കുന്ന സാധനങ്ങളുടെ ഉത്തരവാദിത്വം വയ്ക്കുന്ന ആളിനു മാത്രമെന്നും ബാങ്ക് അധികാരികൾ പറഞ്ഞു. ഇതോടെ നഷ്ടപ്പെട്ട സ്വർണം എങ്ങനെ വീണ്ടെടുക്കുമെന്ന ആശങ്കയിലാണ് ധന്യ. 2017 ശേഷം അവർ പുതിയ രജിസ്റ്ററിലും എന്റെ ഒപ്പില്ല, ഒന്നിലുമില്ല. ഞാനൊരു കാര്യം ചോദിക്കാം, രജിസ്റ്റർ അവർ തന്നെങ്കിലല്ലേ എനിക്ക് ഇടാൻ പറ്റും. എനിക്ക് അവരെ കൈവശം പിടിച്ചു പിടി. അവർക്ക് റൂൾസ് റെഗുലേഷൻ എല്ലാം അറിയാം. ഞാൻ നിങ്ങളുടെ പോലെ എനിക്ക് ബാങ്കിന്റെ റൂൾ എന്താ, ഇത് കാര്യങ്ങൾ എന്തോന്നും നമ്മളൊരു സൂക്ഷിക്കാൻ, ഒരു വിശ്വസ്തതയ്ക്ക് വേണ്ടി നമ്മളിവിടെ കൊണ്ടുവരും. ഒരു സൂക്ഷിപ്പെന്ന രീതിയിൽ കൊണ്ടുവച്ച് 48 പവൻ എൻ്റെ നഷ്ടമായിരിക്കും. 48, 1, 2 അല്ല. എൻ്റെ മക്കളെ കുഞ്ഞ് പൊട്ടുപൊടി എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ കൊണ്ടുവച്ചിരിക്കും. എൻ്റെ കല്യാണത്തിന് 38 സ്വർണ്ണം തന്നിട്ടുണ്ട്. ഞാൻ പ്രിൻസിൽ നിന്ന് പർച്ചേസ് ചെയ്തിരിക്കും. അതിൽ അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഉണ്ട്. ബാക്കി എൻ്റെ മക്കളെ ഇങ്ങോട്ട് ചരടുകെട്ട് കാര്യങ്ങൾ എല്ലാം കിട്ടിയിരിക്കുന്നു. പക്ഷെ എനിക്കിതിനുള്ള നീതി വേണം. ഞാൻ 3 ദിവസം ഈ ബാങ്കിൽ കയറി ഇറങ്ങുക. ഇവരെനിക്ക് ഇന്ന് ബോർഡ് മീറ്റിംഗ്, നാളെ ബോർഡ് മീറ്റിംഗ് എന്നല്ലാതെ ഒന്നും പറയുന്നില്ല. ഞാൻ മെനങ്ങാന്ന് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ഇന്ന് രാവിലെ ഞാൻ ഇവിടെ വന്ന് ഇഷ്യൂ ഉണ്ടായപ്പോഴാണ് പോലീസുകാർ പോലും ഇവിടെ വന്നത്. സാറ് രാവിലെ അവിടെ ബാങ്കിൻ്റെ കുറേ റൂൾസ് പറഞ്ഞു. അപ്പോൾ സാറ് പറയുന്നത് കേട്ടിട്ട് ശരിക്കും ഇത് നഷ്ടപ്പെട്ടതിൻ്റെ ഉത്തരവാദി ഞാനെന്ന് ഒരു തോന്നലാണ് എനിക്കുണ്ടായത്. ഞാനിപ്പോൾ സാറിനോട് ചോദിച്ചു, സാറെന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ഞാൻ സാറിനോട് ചോദിച്ചത്. എൻ്റെ വിഷമം കൊണ്ട് ഞാൻ സാറിനോട് ചോദിച്ചത്. സാറ് ബാങ്കിന്റെ റൂൾസ് പറഞ്ഞു. ഹസ്ബൻഡ് പുറത്തായിരുന്നു, ഇപ്പൊ പുള്ളി നാട്ടിലുണ്ട്. പുള്ളി കൊട്ടി തന്നെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാനൊരു ടൈൽസിന്റെ ഷോപ്പിൽ തഴത്തിൽ വർക്ക് ചെയ്യും. 3 ദിവസമായി തന്റെ സ്വർണത്തിനായി ബാങ്ക് കയറിയിറങ്ങുകയാണ് ധന്യയും കുടുംബവും. സ്വർണം തിരികെ കിട്ടിയില്ലെങ്കിൽ ലോക്കറിന്റെ സൂക്ഷിപ്പുകാരനായ ജീവനക്കാരനെതിരെ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ധന്യ.